തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. സിസ്റ്റർ, നമ്മൾ ഇന്ന് തിരക്ക് പിടിച്ചൊരു ലോകത്താണ്. എല്ലാവരും എവിടെ നോക്കിയാലും പരസ്പരം ചിരിക്കാൻ പോലും നേരമില്ലാത്ത കുറേ മനുഷ്യരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ബിസി ലൈഫിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഓരോരുത്തരുടെയും ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഇവരുടെ മെൻ്റൽ ഹെൽത്തും ഈ ഓടുന്നവരുടെ മെൻ്റൽ ഹെൽത്ത് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അത് പലപ്പോഴും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് പലപ്പോഴും വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടതല്ലേ? ഇതിനെക്കുറിച്ചായാലോ നമ്മുടെ ഇന്നത്തെ ചർച്ച? എനിക്ക് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ്. കാരണം ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന പലരിലും ഞാൻ കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, സിസ്റ്റർ ഒന്ന് ശ്വാസം വിടാൻ പോലും നേരമില്ല. ആകെ ഇങ്ങനെ നമ്മൾ ഡ്രെയിൻഡായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല, ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, ചിരിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. കടന്നു പോകുന്ന ഒന്നിനെയും നമ്മൾ പറയുന്ന സ്പർശിക്കാതെ കടന്നു പോകുന്ന ഒരു ജീവിതമായിട്ടൊക്കെ വരുവാണ്. അപ്പൊ ആകെ ഭയങ്കരമായിട്ടും അത് മനസ്സിനെ അലട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വരും. ഇതിൽ കൂടുതലായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് ദേഷ്യം, അമിതമായിട്ടുള്ള ആങ്കർ ഔട്ട് ബേസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നവരെ സംബന്ധിച്ചാണ്. ഒരിക്കലും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ്. പരസ്പരം നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവരാണ്. എനിക്ക് അവരെ കുറച്ച് നാളുകളായിട്ട് അറിയാവുന്നവരാണ്. നല്ലൊരു ഫാമിലി ലൈഫ് നടത്തുന്നു, കുട്ടികളുണ്ട്, കുട്ടികളുടെ 3 പേരുടെയും കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നു ഒക്കെയാണ്. പക്ഷെ ഒരിക്കലും അവർ പറഞ്ഞു, ഒരു കൺസൾട്ടേഷൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒന്നൊരു ഫ്രീ ടോക്കിന് വേണ്ടിയിട്ടൊന്ന് സിസ്റ്ററിൻ്റെ അടുത്ത് വരികയാണെന്ന് പറഞ്ഞാണ് അവർ വരുന്നത്. ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫ് പറഞ്ഞു, ഹസ്ബൻഡിന് ഈയിടെയായിട്ട് ഭയങ്കരമായിട്ട് ചൂടാവുന്ന പ്രകൃതമുണ്ട്, ദേഷ്യം വന്ന് പൊട്ടിത്തെറിക്കുന്നത് എന്തിനാന്ന് പോലും പറയാൻ പറ്റുന്നില്ല. ഇതെല്ലാം കുറച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പുള്ളി പറയും, അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പാളിപ്പോവുകയാണ്. ഓഫീസിലും അത് പാളിപ്പോകുന്നു, കുട്ടികളുടെ ഇടയിലും കൈവിട്ടു പോകുന്നു, സാധനങ്ങളൊക്കെ പുള്ളി ഇതുവരെ ഉപയോഗിക്കാത്ത രീതിയിലുള്ള ലാംഗ്വേജസ് ഉപയോഗിക്കുന്നു, സാധനങ്ങൾ വലിച്ചെറിയുന്നു. അപ്പൊ ദേഷ്യം കൂടുന്നുണ്ടെന്ന് തന്നെ മനസ്സിലായി. അപ്പം എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്ക് തന്നെ അറിയാം, ഈ ബിസി സ്കെഡ്യൂളാണ്. വളരെ കോൺസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, ഒരു കണ്ടിന്യൂസ് അവേഴ്സ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒത്തിരി വർക്ക് ചെയ്താൽ പോലും അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള കുറേ ഫീഡ്ബാക്കുകൾ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓവർ ടൈം ഈ സ്ക്രീനിൻ്റെ മുൻപിലിരിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് കാര്യങ്ങളൊക്കെ പുള്ളിക്ക് കുറഞ്ഞു. കാരണം ടൈം ഇല്ലാത്തത് കൊണ്ട് പോകാൻ പറ്റുന്നില്ല. ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. അതും പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഈ വൈഫിന് സുഖമില്ലാതെ വന്നപ്പോഴത്തേക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നു. സോ മൾട്ടി ടാസ്കിൽ എന്ന് നമ്മൾ പറയും, അതായത് ഒത്തിരി കാര്യങ്ങൾ ഒരേ സമയം ചെയ്ത് തീർക്കേണ്ടതായിട്ട് വരുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം നമ്മുടെ ഈ ഒരു ബിസി ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പലപ്പോഴും ഈ ഇമോഷണൽ ഡ്രെയിൻഡ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അതായത് അവര് എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു പെരുമാറ്റത്തില് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പെട്ടെന്ന് ദേഷ്യം വരുന്നതാകാം, പെട്ടെന്ന് സങ്കടം വരുന്നതാകാം. അപ്പം വേറൊരു കൂട്ടര് വന്നപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞ കാര്യം, ഒരു ടീച്ചറാണ്, കോളേജിൽ പഠിപ്പിക്കുവാണ്. പുള്ളി പറഞ്ഞ, സിസ്റ്റർ എന്താണെന്ന് അറിയത്തില്ല, എനിക്കങ്ങ് വിഷമം വന്നിട്ട് ഞാൻ പിള്ളേരുടെ മുമ്പിൽ വെച്ച് പോലും ഞാൻ കരഞ്ഞുപോയി. ഒരിക്കലും അങ്ങനെ ഒരു മുഖം കാണിക്കാൻ ഇഷ്ടപ്പെടാതിരുന്ന ഒരാളാണ്. പക്ഷേ പലപ്പോഴും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാവില്ല അല്ലെ, എവിടെയാണ് തനിക്ക് പ്രശ്നം വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ നമ്മുടെ ആകെ ഡിപ്രസ്ഡ് ആവാന്നുള്ളതല്ലാതെ ഏത് പ്രശ്നം കൊണ്ടാണെന്ന് മനസ്സിലാവാത്തൊരവസ്ഥയാണ്. ഒരു മനസ്സിലാക്കുന്നത്, ഞാനിപ്പോൾ വല്ലാത്തൊരു ഫ്രസ്ട്രേഷനിൽ നിൽക്കുവാണ്, സ്ട്രെസ്സിൽ നിൽക്കുവാണ്, കാര്യങ്ങൾ ഒത്തിരി ചെയ്ത് തീർക്കാൻ പറ്റാതെ വരുന്നു. ഫിസിക്കലി നമ്മൾ പറയുന്ന ഈ ശരീരം കൊണ്ട് എനിക്ക് ഓടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചിലർ വരാറുണ്ട്. അപ്പം അവർക്കറിയാം ഈ ഒരു വളരെ പാക്ഡ് ആയിട്ടുള്ള അവരുടെ ഒരു ടൈം സ്കെഡ്യൂൾ തന്നെയാണ് ഇതിന് പ്രശ്നമെന്ന് അറിയാം.
പലപ്പോഴും ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നുണ്ടെന്നൊക്കെ അറിയാം. പക്ഷേ ദേ ആർ ഹെൽപ്ലെസ്. അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ പറ്റാതെ വരുന്നു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മളെ സഹായിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ പറ്റണമെന്നില്ല. അപ്പം അവിടെ നമുക്ക് നമ്മളെ ആദ്യം നമ്മൾ പറയുന്നത് ഒരു സെൽഫ് ലവ്, സെൽഫ് എംപത്തി, ഒരു ടെക്നിക്ക് തന്നെയുണ്ട്. സൈക്കോളജിയിലെ ഒരു ഇന്റർവെൻഷൻ പാറ്റേൺ തെറാപ്പിയാണ് ഒരു സെൽഫ് കമ്പാഷൻ. നമുക്ക് നമ്മളോട് കാണിക്കുന്ന ഒരു അനുകമ്പ. അപ്പൊ അവിടെയാണ് ഈ ഡൗൺ ടൈമിന്റെ ഒക്കെ ആവശ്യം വരുന്നത്. ഡൗൺ ടൈം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്കെഡ്യൂളിൽ നിന്ന് നമ്മൾ തന്നെ നമ്മളെ മനസ്സിലാക്കി നമ്മൾ തന്നെ ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ. അപ്പൊ ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും പലരും നമ്മുടെ ഇടയ്ക്ക് വരുന്ന ക്ലയൻസ് പറയുന്നൊരു കാര്യം, സിസ്റ്റർ എനിക്കിത് മനസ്സിലാകുന്നുണ്ട്, ശ്വാസം പോലും വിടാതെ ഞാനിങ്ങനെ ഓടുവാണെന്ന് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ എൻ്റെ കൂടെ നിൽക്കുന്നവര് ഇതിനൊന്നും മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല. കാരണം എല്ലാവരും ബിസി ലൈഫിലാണ്, എല്ലാവർക്കും ഒത്തിരിയേറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഈ ഓവർ റെസ്പോൺസിബിലിറ്റി ഒക്കെ വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഞാൻ കാണുന്നത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ബേൺ ഔട്ടായി പോകുന്ന ആൾക്കാരാണ് ഈ അതോറിറ്റി ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പൽ, അല്ലെങ്കിൽ ഒരു കോളേജിന്റെ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ അധികാരത്തിലിരിക്കുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഈ ഓർഗനൈസേഷനെ മുഴുവനും ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകണം. അത് വല്ലാത്തൊരു കാര്യമാണ്. ഇപ്പം ഒരു പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു ഓടുന്ന ലോകമായിട്ടാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത്. കാരണം പണ്ടൊക്കെ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും ജോലികളൊക്കെ കഴിഞ്ഞ് അയൽവക്കക്കാരോടൊക്കെ ഒന്ന് സംസാരിച്ച്, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണെങ്കിലും മറ്റുള്ളവരോടൊന്ന് സംസാരിച്ച്, ഇവൺ കിലോമീറ്ററുകളോളം നടന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെന്ന് ബസ്സൊക്കെ കയറി പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത് പറ്റുന്നില്ല നമുക്ക്. അപ്പൊ എവിടെ അതിന് മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഇനിയും പുറകോട്ട് പോകണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രമാത്രം സാധ്യമാകും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ ഒരു ബിസി ലൈഫിനെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതചര്യകളെ നമ്മൾ ഓരോരുത്തരും മാറ്റുക എന്ന് മാത്രമേ ഇതിന് ഒരു പ്രതിവിധിയായിട്ടുള്ളൂ. നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു സംശയമാണ്, ഈ ആണുങ്ങൾ എപ്പോഴും അല്ലെങ്കിൽ ഒത്തിരി സ്ട്രോങ് ആയിരിക്കും, മെൻ്റലി വീക്കാവുന്ന എപ്പോഴും സ്ത്രീകളാണെന്നൊരു പറയലുണ്ട്. പക്ഷെ അതിലേക്കാൾ ഉപരി സ്ത്രീകൾക്കാണ് പല കാര്യങ്ങളും പല ജോലികളും ഒരേ സമയം ചെയ്യാൻ സാധിക്കുന്നത് എന്നും കേട്ടിട്ടുണ്ട്. അപ്പം ഇവരുടെ എങ്ങനെയാ മെൻ്റൽ ഹെൽത്ത്, എന്താണ് ഡിഫറൻസ്, എന്താണ് ഇവരുടെ തമ്മിൽ? നമ്മൾ സൈക്കോളജിക്കലി പറയുമ്പോൾ സ്ത്രീകളെ താരതമ്യേന മൾട്ടി ടാസ്കിങ് ആയിട്ടാണ് പറയുന്നത്. അതായത് പല കാര്യങ്ങളെ ഒരുമിച്ച് ക്രോഡീകരിച്ച് ചെയ്യാനുള്ള ഒരു സ്കില്ല് ദൈവം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. പുരുഷന്മാർക്ക് അതില്ല എന്നല്ല പറയുന്നത്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജീവനെ പരിപോഷിപ്പിക്കാനും പരിപാലിക്കാനും വളർത്താനും വേണ്ടിയിട്ടുള്ള ഒരു ഇന്റേണൽ ആയിട്ടുള്ള അതിൻ്റെ ഉള്ളിലുള്ള ഒരു സ്കില്ലുമായിട്ട്, നൈപുണ്യവുമായിട്ടാണ് അവളെ ഭൂമിയിലേക്ക് വിടുന്നത് ദൈവം. അപ്പൊ തീർച്ചയായിട്ടും പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നു. കുറച്ചുകൂടി ഇമോഷണലി കണ്ടന്റ്ഫുൾ ആകാനായിട്ട്, ഇമോഷണലി കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ ആയിട്ട് സ്ത്രീകൾക്ക് കഴിയുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പൂർണ്ണമായിട്ട് നമുക്ക് അതാണ് ശരി, അല്ലെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും അങ്ങനെയാണെന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ പഠനങ്ങൾ എപ്പോഴും രേഖപ്പെടുത്തുമ്പോൾ ഒരു മെജോറിറ്റി ഓഫ് പോപ്പുലേഷനെയാണ് അത് പറയുന്നത്. അപ്പൊ കുറെ പേരെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മളൊരു വീടുകളിൽ ശ്രദ്ധിച്ചാലും, ഒരു വീട്ടിലൊരു ശ്രദ്ധിച്ചാലും നമുക്ക് മനസ്സിലാകും, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അടുക്കളയെ നോക്കുന്നു, പുറത്ത് നോക്കുന്നു, കുട്ടികളെ നോക്കുന്നു, വളർത്തു മൃഗങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചെന്ന് നോക്കുന്നു, പുറത്ത് ജോലിക്കും പോകുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആണ്. ഒരു കാര്യം ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫിഷ്യൻസി ഉണ്ടാക്കിയെടുക്കും. കുറച്ചുകൂടി ആധികാരികമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒതന്റിസിറ്റി ഉണ്ടാക്കിയെടുക്കും. പക്ഷേ അത് പല കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് പോകും. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്ന് പലപ്പോഴും പല ഓഫീസുകളിലും സംഭവിക്കുന്നത്. അപ്പം ഒരു മത്സരം, അതായത് നമ്മൾ പറയുന്ന ഒരു പ്രൊഫഷണൽ ഈഗോ ഉള്ളിടത്തോളം കാലം മറ്റുള്ളവരെക്കാൾ മുൻപന്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ ത്യജിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇത് ആങ്സൈറ്റി പോലെ, സ്ട്രെസ്, ബേൺ ഔട്ട് അല്ലെങ്കിൽ ആങ്സൈറ്റി,
ഡിപ്രഷനിലേക്ക് പോകുന്നു. ഇതുപോലെയുള്ള ഒരു സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതം, നമ്മൾ പറയണ ഒരു പെർഫെക്ഷനിസം, അതായത് ഒരു ഓവർ പെർഫെക്ഷനിസത്തിലേക്ക് വരുന്നുണ്ട്. ഇത് സെൽഫ് എസ്റ്റീം കുറയ്ക്കുന്നുണ്ട്. സോഷ്യലൈസേഷൻ കുറയുന്നതോടുകൂടി തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന ആ ഒരു ഹാപ്പി ഹോർമോണുകളുടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഫാമിലി ലൈഫിൽ തന്നെ നോക്കുവാണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലൊന്ന് സംസാരിക്കാൻ, കുട്ടികളുമായിട്ട് ഇരിക്കാനുള്ള ഒരു ക്വാളിറ്റി ടൈം, ഇതെല്ലാം കുറയുന്നുണ്ട്. ഇപ്പൊ നമ്മളും ഇതുപോലുള്ള ചർച്ചകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ പ്രതിവിധി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഇന്നത് ചെയ്താൽ മാറുമെന്ന് പറയാൻ പറ്റില്ല. ഒരാൾ അതിന്റെ എൻഡിലേക്ക് അല്ലെങ്കിൽ ഒരു ആത്മഹത്യയിലേക്കൊക്കെ പോകുന്ന സമയത്താണ് നമ്മൾ ഇതിന്റെ ഒരു ഭീകരാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത്. എത്രയോ പേരുടെ ജീവനാണ് ഇത് ഹനിച്ചിരിക്കുന്നത്. കാരണം പിന്നെ ഒരു കാര്യം, അതായത് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു തൊഴിൽ മേഖലയിലാണ്, നമ്മൾ ആഗ്രഹിക്കാത്തൊരു തൊഴിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് ചെയ്യേണ്ടത് ഒരു ഉത്തരവാദിത്തമായി പോയി, പക്ഷെ ചെയ്യണം, എങ്കിലും അത് നമുക്ക് ഇഷ്ടപ്പെടാതെ ചെയ്യേണ്ടി വരിക, അങ്ങനെയുള്ള ചില കാര്യം. അവിടെ നമ്മൾ ജോബ് സ്ട്രെസ് കൂടുന്നുണ്ട്, നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ കുറയുന്നുണ്ട്. അപ്പോൾ ജോബ് സ്ട്രെസ് കൂടുന്നു, നമ്മുടെ ഒരു കോമ്പണൻസ്, അതായത് നമ്മുടെ സപ്പോർട്ടീവ് കോമ്പണൻസ് എന്ന് പറയും. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ജോലി ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും ആ ഒരു ജോലിയിൽ നമുക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, നമ്മൾ ആ ഉത്തരവാദിത്വം കൊടുക്കുമ്പോൾ നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളതെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആകുന്നു. ചിലരെ സംബന്ധിച്ചിടത്തോളം സമയം മുഴുവനും വ്യയം ചെയ്യുന്നുണ്ട്, അവരുടെ ടാലന്റുകൾ വ്യയം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു 8 മണി തൊട്ട് 10 മണി വരെ, അല്ലെങ്കിൽ 8 മണി തൊട്ട് 4 മണി വരെയുള്ള അയാളുടെ ഒരു സമയം മാത്രമല്ല, അയാളുടെ മുഴുവൻ ഫോക്കസിങ്ങും അതിലാണ്. ഇപ്പൊ നമ്മളൊരു ഇൻഡസ്ട്രിയൽ സൈക്കോളജിയിലൊക്കെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഒരാളൊരു 2 മണിക്കൂറേ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നുള്ളൂ എങ്കിലും 24 മണിക്കൂറും അയാൾ ആ ഓഫീസിന്റെ ഘടകമാണ്. അപ്പൊ അവിടെ ആയിരിക്കണം, പ്രസൻസ് ഓഫ് മൈൻഡ് അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് വരുമ്പോൾ നമ്മുടെ വർക്ക് കപ്പാസിറ്റി അല്ലെ വർക്ക് കോമ്പണൻസ്, സബോർഡിനേറ്റ്സ് കൂടെ യോജിച്ചു പോകുന്നില്ല എന്നുണ്ടെങ്കിലും ഈ ഓവർലോഡ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഗ്രൂപ്പ് കൺഫേമിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് ഒരു തൊഴിലിടങ്ങളിൽ കൂടെ ജോലി ചെയ്യുന്നവർ തമ്മിലുള്ള ഒരു ബന്ധം. അപ്പം എനിക്ക് തോന്നുന്നു ഈ IT മേഖലകളിലൊക്കെ അങ്ങനെ ഒരു ബന്ധം കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഡൈനാമിക്സുകൾ, അല്ലെങ്കിൽ ഗ്രൂപ്പ് തെറാപ്പി, അല്ലെങ്കിൽ ഒരു സോഷ്യലൈസേഷൻ സിസ്റ്റം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വെക്കും. കുറച്ച് ഫൺ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, കുറച്ച് ഇന്ററാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ചൊരു ഫുഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന ഒരു ഔട്ടിംഗ് ആയിരിക്കാം. ഇതെല്ലാം നമ്മുടെ ഒരു ഡൗൺ ടൈം എന്നാണ് അതിനെ പറയുന്നത്. അതായത് നമ്മളിങ്ങനെ കുതിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, ഒരു മോട്ടോർ പോലും, ഒരു യന്ത്രം പോലും കൂടുതലായിട്ട് പ്രവർത്തിച്ചു വരുമ്പോൾ അത് ചൂടാകുന്നു, അത് ഷട്ട് ഡൗൺ ആയി പോകുന്നുണ്ട്. ഇതേപോലെ നമ്മളും നമ്മളെ പിടിച്ചു നിർത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതായത് തൊഴിൽ മേഖലകളിലൊക്കെ ഒരു മനുഷ്യനെ ഒരു യന്ത്രമായിട്ട് കാണുന്നൊരവസ്ഥയിലേക്കും പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറയുന്നുണ്ട്, പുതിയ ഈ പ്രൊഫഷണൽ സിസ്റ്റത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് IT ഫീൽഡ് തന്നെയല്ല, പല ഫീൽഡുകളിലും. ഇപ്പം എനിക്ക് തോന്നുന്നത് ഒരു ആഴ്ചയിൽ ഒരു 10 കേസെങ്കിലും എനിക്ക് ജോബ് സ്ട്രെസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വരുന്ന മാനിഫെസ്റ്റേഷൻ, അവരുടെ ലക്ഷണങ്ങൾ ആങ്സൈറ്റി, സ്ട്രെസ്, ഉറക്കമില്ലായ്മ, ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും തന്നെ ബോഡി പെയിൻ, ഒരു ക്ഷീണം, എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ ആയിട്ടായിരിക്കാം വരുന്നത്. ചിലപ്പം ഒരു ഫിസിഷ്യൻ്റെ അടുത്തു നിന്നുള്ള റെഫറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു ഒരു ഗൈനിക്കിൻ്റെ അടുത്തു നിന്നുള്ളൊരു റെഫറൻസ് ആയിരിക്കാം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു മൂല കാരണത്തിലേക്ക്, നമുക്ക് റിയൽ ഒരു കോസിലേക്കൊക്കെ വരുമ്പോൾ കൂടുതലും നമുക്ക് വരുന്നത് ഈ ഒരു ബിസി ലൈഫ് ഓവർലോഡാണ്. അപ്പൊ ഈ ഓവർലോഡ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇയാൾക്ക് ഇതിനുള്ളൊരു സ്കില്ലുണ്ടോയെന്നും കൂടി നോക്കണം. നമുക്ക് ഈ ഒരു മൾട്ടി സ്ട്രെസ് നമ്മളിലേക്ക് വരുന്നു, ഡിമാൻഡുകൾ കൂടുന്നു, പക്ഷെ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ആൻഡ് സ്കില്ല് കുറവാണെങ്കിലോ. ഇപ്പം അടുത്തിടയ്ക്ക് ഒരു ടീച്ചറുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, സിസ്റ്റർ, എനിക്ക് എൻ്റെ കുട്ടികളെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കണമെന്നും പുതിയ കേസ് സ്റ്റഡീസ് വെച്ച് പഠിപ്പിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്.
പക്ഷെ എനിക്കിതൊക്കെ ഒന്ന് വായിക്കാൻ വായിക്കൽ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളൊരു ഇത് ടാസ്ക് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും ടീച്ചറിന്റെ അടുത്ത് കുറച്ചുകൂടി സംസാരിക്കാനൊക്കെ വരുമ്പോ എനിക്ക് ക്ലാസ്സിലിരുന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല, കാരണം ടീച്ചർ പറഞ്ഞാൽ പോർഷൻ തീർക്കണം. പിന്നെ ഇതിന്റെ മോണിറ്ററിംഗ് എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ പ്രശ്നമാണ്. ഇപ്പൊ പല സ്കൂളുകളിലും ക്ലാസ് റൂംസിലെല്ലാം നമ്മള് വിഷ്വല് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോസ് വെച്ചിരിക്കുവാണ്. അപ്പൊ ഈ ക്യാമറ കണ്ണുകളിലൂടെ കാണുമല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കും അവിടെയും കുറച്ച് ഒരു ഓട്ടോമാറ്റിക് കുട്ടികളോട് ഇടപെടാനോ ശരി തന്നെയാണ് എന്നും പറ്റുന്നില്ല. അപ്പൊ ഇത് തന്നെ ഈ ബിസി സ്കെഡ്യൂള് ആദ്യം അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫിസിയോളജിക്കൽ സിസ്റ്റത്തിൽ തന്നെയാണ്, ശരീരത്തിൽ തന്നെയാണ്. ചിലർക്ക് ഉറക്കം കൂടാം, ചിലർക്ക് ഉറക്കം കുറയാം. ഇപ്പൊ അടുത്തിടയ്ക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ രൂപമൊക്കെ വളരെ പ്രായമായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉള്ള ഒരു ക്രോണോളജിക്കൽ ഏജിനേക്കാളും കൂടുതലായിട്ട് ഏജ്ഡ് ആയിട്ട് തോന്നിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എന്ത് പറ്റി, എങ്ങനാ? അപ്പം എന്നോട് പറഞ്ഞു, സിസ്റ്ററെ നിങ്ങളുടെ പോലെയല്ല ഞങ്ങളുടെ ലൈഫൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളിങ്ങനെ ഓരോ ദിവസവും ഇടിച്ചു കുത്തി നിന്നാലേ ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു മത്സരത്തിന്റെ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ഫീൽഡ് വർക്ക് വരുന്നുണ്ട്, ഓഫീസ് വർക്ക് വരുന്നുണ്ട്, അതോറിറ്റി ഫിഗർ വരുന്നുണ്ട്, ഇതെല്ലാം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഉറക്കം, അദ്ദേഹം പറയും ഒന്ന് ഉറങ്ങി തീർക്കാൻ ഞാൻ അങ്ങ് ആഗ്രഹിക്കുവാണ്. അപ്പൊ ഈ കണ്ണിനടിയിലുള്ള നമ്മൾ പറഞ്ഞ ബ്രൗൺ ബാഗ്സ് ഒക്കെ കൂടി ആകെ ഇങ്ങനെ കണ്ണുകളൊക്കെ വളരെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് പോലെ, അതുപോലെ തന്നെ ഗ്രേ ഹെയർസ്. അപ്പൊ അത് ഒത്തിരി പേർക്കുള്ളൊരു കാര്യമാണ്, പെട്ടെന്ന് മുടി നരയ്ക്കുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് അതിന്റെ മറ്റു കെമിക്കൽ ഇംബാലൻസസ് ഉണ്ട്, എങ്കിൽ പോലും സ്ട്രെസ് ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് മുടി കൊഴിയുന്നു. നമ്മുടെ കൂടെ നിൽക്കുന്നവർ സപ്പോർട്ട് ചെയ്യാൻ മനസ്സിലാക്കുക എന്നുള്ളതാണല്ലേ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഈവൻ നമ്മുടെ ഫാമിലി ലൈഫിലായാലും ശരി, കമ്മ്യൂണിറ്റി ലൈഫിലായാലും ശരി, ഒരാള് അയാളുടെ ടാസ്കുകളൊന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അയാൾ പരിശ്രമിക്കുമ്പോഴത്തേക്കും അയാളെ ഒരു സപ്പോർട്ട് ചെയ്ത് നിൽക്കാനായിട്ട്, ഇപ്പൊ ഒരു ഫാമിലിയിലായാലും അല്ലെങ്കിൽ ഒരു സമൂഹത്തിലായാലും എല്ലാവരും ഒരേപോലെ അല്ല ജോലി ചെയ്യുന്നത്, ഒരേ തരത്തിലല്ല ജോലി ചെയ്യുന്നത്. ചിലർക്ക് ഫിസിക്കൽ വർക്ക് കൂടുതലായിരിക്കും, മെന്റലി ചെയ്യേണ്ട മെന്റൽ വർക്ക് കുറവായിരിക്കും. ഇപ്പോൾ ഭാര്യയും ഭർത്താവും രണ്ട് രീതിയിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. ഒരാൾ താല്പര്യമുള്ള മേഖലയിലായിരിക്കും, ഒരാൾ ചിലപ്പോൾ താല്പര്യമില്ലാത്ത മേഖലയിലായിരിക്കും. അപ്പോൾ ഇവര് തമ്മിൽ ഞാനും ചെയ്യുന്നില്ലേ, പിന്നെ നിനക്ക് എന്താ അത്ര ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഓവർ ബിസി ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തില് നമുക്ക് ഇതിനൊരു റെമഡി എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നത് തന്നെ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അവർക്കായിട്ടുള്ള സമയങ്ങൾ കണ്ടെത്തണം, കണ്ടെത്തിയേ പറ്റുള്ളൂ. ഇപ്പം ഞാൻ എവിടെയോ കേട്ടപ്പോ ഒരു ടോക്ക് കേട്ടപ്പോഴത്തേക്കും അദ്ദേഹം പറയണം, ഞാനിങ്ങനെ കേട്ടതാണ്, ശ്വാസം മുട്ട് അതായത് അനുഭവപ്പെടുന്നത് വരെ, നമുക്കൊരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി അനുഭവപ്പെടുന്നത് വരെ നമുക്ക് ലങ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ മറന്നുപോകും. തലവേദന വരുന്നത് വരെ നമുക്ക് തലയുണ്ടെന്നുള്ളൊരു കാര്യം മറന്നുപോകും. അല്ലെങ്കിൽ വിശന്ന് നമ്മളിങ്ങനെ ടയേർഡായി ഒരു നമ്മുടെ ഷുഗറൊക്കെ കുറഞ്ഞ് ഹൈപ്പോ അടിക്കുമ്പോഴാണ് വിശക്കുന്നുണ്ടായിരുന്നെന്ന് മനസ്സിലാകുന്നത്. അപ്പം നമ്മുടെ ബോഡിയിലെ സിസ്റ്റം എല്ലാം തന്നെ സ്റ്റാർവ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയോ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഈ ഒരു സെൽഫ് എംപത്തറ്റിക് അല്ലെങ്കിൽ സെൽഫ് കമ്പാഷനേറ്റ് മാനറാണ്. ഞാൻ എന്നോട് തന്നെ എത്രമാത്രം ടേക്ക് കെയർ, എന്നെ തന്നെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു സമയം ചിലപ്പോ പറയുന്ന പോലെ സ്വയം നമ്മളെ ഇനി സ്വയം സ്നേഹിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണെങ്കിലും അത് മറ്റുള്ളവരോട് പടവെട്ടിക്കൊണ്ട് വേണം എന്നുള്ളൊരു രീതിയിൽ എന്നോടൊരാൾ അഭിപ്രായപ്പെടുകയുണ്ടായി. ഇപ്പൊ ഉറക്കം തീരുന്നില്ല, പക്ഷെ നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് ഇന്ന സമയത്ത് എഴുന്നേറ്റേ പറ്റൂ. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളത് സ്കിപ്പ് ആക്കുമ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം മെന്റലി ടോർച്ചറിങ് ആണത്. എന്തുകൊണ്ട്? ഇതാണല്ലോ ഒരു സിസ്റ്റം, ഇതാണല്ലോ ഒരു ടൈം ടേബിള്, നിനക്ക് മാത്രം എന്താ എഴുന്നേക്കാൻ പറ്റാത്തത്? അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ പറ്റാതിരുന്നത് നമ്മുടെ ഒരു ലേസിനെസ് ആണ് എന്ന് പറയും. പലപ്പോഴും ഈ ബിസി ലൈഫില് പ്രൊഡക്ടിവിറ്റി കുറയുമ്പോൾ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യം ലേസിനെസ് എന്നുള്ളതാണ്. അതെ, ആ ഒരു പേരിലാണ് പ്രത്യേകിച്ച് കേൾക്കുന്നത് കൂടുതലും സ്ത്രീകളായിരിക്കാം. പണ്ടേ നമ്മുടെ ഒരു സമൂഹത്തിൽ, ഒരു സൊസൈറ്റിയിലെ സിസ്റ്റം ആണല്ലോ, സ്ത്രീകൾ വീട്ടിലെ ജോലിയും ചെയ്യേണ്ട ഉത്തരവാദിത്തം
സ്ത്രീകളുടെയാണ്. അതിൽ നിന്നൊക്കെ വളരെ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. കാരണം റെസ്റ്റ് രണ്ടുപേർക്കും ഒരേപോലെയാണ്. രണ്ടുപേർക്കും അവരുടേതായ മെന്റൽ ഹെൽത്ത് വേണം. ഓക്കെ, നമ്മളിങ്ങനെ നമ്മൾ പറയുന്നത് നമ്മൾ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോസ് എടുത്ത് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അതെ അതെ. അപ്പൊ ഒരു റീസ്റ്റാർട്ടിങ് ടെക്നിക്സ് എപ്പോഴും തന്നെ വേണം. അതിന് അപ്പം എനിക്ക് മറ്റൊരാളുടെ സപ്പോർട്ടും തോന്നുന്നത് വേണം. നമ്മള് അതെ, ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോഴത്തേക്ക് പോലും 7-ാം ദിവസം വിശ്രമ ദിവസമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും തന്നെ വേണം. അപ്പം പക്ഷെ ഈ എല്ലാവർക്കും വേണമെന്ന് പറയുമ്പോഴും ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു എനർജറ്റിക് ലെവൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ഹൈപ്പർ സെൻസിലായിരിക്കും. ഇപ്പം ചില വർക്കഹോളിക്സ് ഒക്കെ ഉണ്ട്. അതായത് അവർക്ക് ജോലി ചെയ്തില്ല എന്നുണ്ടെങ്കിലാണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ ബിസി ലൈഫ് നല്ലതാണ്, പക്ഷേ അത് നമുക്ക് ഓരോരുത്തർക്കും എത്രമാത്രം ഏത് സമയത്തൊരു ബ്രേക്ക് എടുക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി ഒരാൾ ആ ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് എടുക്കുമ്പോൾ മറ്റുള്ളവർ, പ്രത്യേകിച്ച് ഫാമിലിയിലായാലും അത് മറ്റു സമൂഹങ്ങളിലായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പം നമ്മുടെ ബോഡി സ്ട്രക്ചർ, ബോഡി ഫങ്ഷൻ, ബോഡി എനർജി ലെവൽ ആൻഡ് സ്കിൽ ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രസംഗം പറയാൻ അയാൾക്ക് വലിയ പ്രശ്നം കാണത്തില്ലായിരിക്കും. അപ്പം അയാൾ ഇങ്ങനെ ഒരിടത്ത് പ്രസംഗിച്ചു, അടുത്തടുത്ത് പ്രസംഗിച്ചു, അങ്ങനെ അങ്ങ് പോകുന്നുണ്ടാവും. പക്ഷെ വേറൊരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 2 പ്രസംഗം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് തന്നെ അയാൾ ടയേർഡായി. അപ്പോൾ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു ഹ്യൂമൻ ബീയിങ്ങിനെയും നമുക്ക് വേറെ അടുത്തൊരാളുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ശരിക്കും എല്ലാവരും കേൾക്കേണ്ട ഒരു ചർച്ച തന്നെയാണിത്. പരസ്പരം നമ്മുടെ കൂടെ നിൽക്കുന്ന ആള് എന്താണ് ആഗ്രഹിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അവർക്കൊരു ഇത്തിരി സമയം കൊടുക്കുക, അല്ലെങ്കിൽ അവരുടേതായ ലോകത്തേക്ക് കുറച്ച് ടൈമെങ്കിലും വിടാനുള്ള ഒരു മനസ്സെങ്കിലും നമുക്ക് ഉണ്ടാവണം. അത് അതർവൈസ് അത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ആ ഒരു സിസ്റ്റത്തെ ബാധിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മാനസിക നിലയെയും ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, ആങ്സൈറ്റി സ്പെക്ട്രം ഡിസോർഡറിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ഇപ്പോഴത്തെ ഈ ഓവർ സ്കെഡ്യൂളിംഗ് ആണ്. ഇതൊന്ന് ആൾക്കാരുമായിട്ടൊന്ന് പങ്കുവെക്കാൻ, ഒന്ന് സംസാരിക്കാനൊക്കെ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ബിസി ലൈഫിൽ നമ്മളിങ്ങനെ ഓടുന്ന ലോകത്ത് പായുമ്പോഴും കുറച്ചെങ്കിലുമൊക്കെ നമ്മളെ ശ്രദ്ധിക്കാനായിട്ട് സമയം കണ്ടെത്തുക. ഇനി മറ്റുള്ളവർക്ക് അതിനുള്ളൊരു സ്പേസ് കിട്ടുന്നുണ്ടോ, ആ ഒരു സമയം കിട്ടുന്നുണ്ടോ, അവർ ഓക്കെ ആണോ എന്ന് മനസ്സിലാക്കി ജീവിക്കാൻ കൂടെയുള്ളവരും ഒന്ന് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടി നമുക്ക് ഈ ഒരു പാറ്റേൺ ജീവിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. നന്ദി സിസ്റ്റർ. അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.